നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ തിരുവല്ല പോലീസ് വീണ്ടും 1 വർഷത്തേക്ക് കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. തിരുവല്ല പാലിയക്കര കുരിശുകോലയ്ക്ക് സമീപം ശങ്കരമംഗലത്ത് താഴ്ചയിൽ വീട്ടിൽ കൊയിലാണ്ടി രാഹുൽ എന്ന് വിളിക്കുന്ന രാഹുൽ മനോജ് 26-നെയാണ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത്. ഇത് 3-ാം തവണയാണ് ഇയാൾക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവാകുന്നത്. കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം കാപ്പ വകുപ്പ് 3-1 പ്രകാരമാണ് നടപടി. കാപ്പ വകുപ്പ് പ്രകാരം അറിയപ്പെടുന്ന റൗഡി ലിസ്റ്റിൽപ്പെട്ടയാളാണ് പ്രതി. ജില്ലാ പോലീസ് മേധാവിയുടെ ശുപാർശയിന്മേൽ ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. 2018 മുതൽ നിരന്തരം വിവിധ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു വരികയാണ് ഇയാൾ. തിരുവല്ല, പുളിക്കീഴ്, കിഴുവായ്പൂര്, കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിലായി ഈ കാലയളവിൽ ഇയാൾക്കെതിരെ 16 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 13 കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതും 3 കേസുകൾ അന്വേഷണാവസ്ഥയിലുമാണ്. മുഴുവൻ കേസുകളും കാപ്പ നിയമപ്രകാരമുള്ള നടപടിക്കായി ശുപാർശയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2022-23 വർഷങ്ങളായി ഇയാൾക്കെതിരെ 2 തവണ യഥാക്രമം 6 മാസം, 1 വർഷം എന്നിങ്ങനെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുള്ളതും തിരുവല്ല പോലീസ് നടപ്പാക്കിയിട്ടുള്ളതുമാണ്. തുടർന്ന് 3 വർഷത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വർഷം ഏപ്രിൽ തിരുവല്ല സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഇയാൾക്ക് ബോണ്ട് വ്യവസ്ഥ വെച്ചിരുന്നു. എന്നാൽ ഏപ്രിൽ തന്നെ ഇയാൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ 3 ക്രിമിനൽ കേസുകളിൽ പ്രതിയായി. കോടതിയുടെ ബോണ്ട് വ്യവസ്ഥ ലംഘിച്ചു. ഇതും ബന്ധപ്പെട്ട് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു. വീട് കയറി ആക്രമണം, കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ആയുധം ഉപയോഗിച്ചുള്ള ആക്രമണം, കഞ്ചാവ് ഉപയോഗം, അടിപിടി, വീട്ടുപകരണങ്ങൾ നശിപ്പിക്കൽ, വാഹനം നശിപ്പിക്കൽ, കൊലപാതക ശ്രമം, മുഖത്ത് സ്പ്രേ അടിച്ച ആക്രമണം, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം, മോഷണം, കുപ്പിയിൽ പെട്രോൾ നിറച്ച് ആക്രമണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാൾക്കൊപ്പം ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടുള്ള സുബിൻ അലക്സാണ്ടർ, സുജുകുമാർ, അനീഷ് കെ എബ്രഹാം, ലിബു രാജേന്ദ്രൻ, സ്റ്റാൻ വർഗീസ്, ടോയി വർഗീസ്, ദീപു മോൻ എന്നിവർക്കെതിരെയും മുമ്പ് തിരുവല്ല പോലീസ് കാപ്പ പ്രകാരം നിയമ നടപടി സ്വീകരിച്ചിരുന്നു.